So very good morning, my students. So we can have today's class. Almost 50 students are there. I think we can start. Okay. So last class നമ്മൾ നോക്കിയിരുന്ന തിയറം തെവനിൻസ് തിയറമാണ്. സോ തെവനിൻസ് തിയറം നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. തെവനിൻസ് തിയറം എന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ വാട്ട് എവർ മേ ബി ദ നെറ്റ്വർക്ക് യു ആർ ഹാവിങ്, നമ്മുടെ അടുത്തുള്ള ഏതൊരു നെറ്റ്വർക്ക് ആണെങ്കിലും ആ നെറ്റ്വർക്കിനെ നമുക്ക് ഒരു വോൾട്ടേജ് സീരീസ് എ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് തെവനിൻസ് തിയറം പറയുന്നത്. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏത് എലമെന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജോ അല്ലെങ്കിൽ ഏത് എലമെന്റിൽ കൂടെയുള്ള കറണ്ടാണോ കണ്ടുപിടിക്കേണ്ടത് അത് ആദ്യം റിമൂവ് ചെയ്യാം. അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ രണ്ട് ടെർമിനലിന് അക്രോസ് ഉള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാം. ആ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിനാണ് നമ്മുടെ തെവനിൻസ് വോൾട്ടേജ് അഥവാ VTH. അതിനുശേഷം നമ്മൾ റെസിസ്റ്റൻസ് കാണും. റെസിസ്റ്റൻസ് കാണുന്നതിന് എന്ത് ചെയ്യണം, അതേ ഓപ്പൺ ടെർമിനൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഓപ്പൺ ടെർമിനൽ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണം സർക്യൂട്ടിൻ്റെ. ആ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്നതിന് വേണ്ടിയിട്ട് വോൾട്ടേജ് സോഴ്സുകൾ ഉണ്ടെങ്കിൽ വോൾട്ടേജ് സോഴ്സുകളെ എല്ലാം ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയും കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ കറണ്ട് സോഴ്സുകളെല്ലാം ഓപ്പൺ സർക്യൂട്ട് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ഇക്വലന്റ് നെറ്റ്വർക്കിൽ നിന്നും ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ വോൾട്ടേജ് ആദ്യം കണ്ടുപിടിച്ച ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആയ VTH ഇൻ സീരീസ് വിത്ത് ഇപ്പോൾ കണ്ടുപിടിച്ച എഫക്റ്റീവ് റെസിസ്റ്റൻസ് RTH, അതായിരിക്കും ഏതൊരു സർക്യൂട്ടിനെയും അങ്ങനെ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതാണ് തെവനിൻസ് തിയറം പറയുന്നത്. അത് നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കി. നമുക്ക് അത് ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത തിയറത്തിലേക്ക് പോവാം. ഈ തിയറം നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തെവനിൻസ് തിയറം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അപ്പോൾ ഇനി നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറമാണ്. ഈ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്താണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ലോഡിലേക്ക് ഏറ്റവും കൂടുതൽ പവർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്നുള്ള കാൽക്കുലേഷൻ അല്ലെങ്കിൽ എന്നുള്ള കണ്ടീഷൻ സ്റ്റേറ്റ് ചെയ്യുന്ന തിയറത്തിനെയാണ് നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. പേര് തന്നെ ഉണ്ട്, മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന കണ്ടീഷൻ കാണിക്കുന്ന തിയറം. അപ്പോൾ നമുക്ക് ഒരു സോഴ്സിനെ കൺസിഡർ ചെയ്യാം. V എന്ന് പറയുന്ന ഒരു സോഴ്സ് നമ്മുടെ അടുത്തുണ്ട്. RI എന്ന് പറയുന്നത് ഒരു ആ സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇവിടെ ഡിനോട്ട് ചെയ്യാം. ഈ V എന്ന് പറയുന്നത് നമുക്കറിയാം അതിന്റെ വോൾട്ടേജ് സോഴ്സ് ആണല്ലോ. ഇവിടെ RI എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സോഴ്സ്, ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് സോഴ്സ്, ആ വോൾട്ടേജ് സോഴ്സ്. അപ്പം നമുക്കറിയാം ഐഡിയൽ സോഴ്സും ഉണ്ട്, പ്രാക്ടിക്കൽ സോഴ്സും ഉണ്ട്. ഐഡിയൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എപ്പോഴും 0 ആയിരിക്കും. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പ്രാക്ടിക്കൽ സോഴ്സസ് എന്നാണ് പറയുന്നത്. പ്രാക്ടിക്കൽ സോഴ്സ് എടുത്തു കഴിഞ്ഞ സമയത്ത് എപ്പോഴും വോൾട്ടേജ് സോഴ്സിന് സീരീസ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും എപ്പോഴും. ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ എഫിഷ്യൻസി വളരെ കുറഞ്ഞു വരും. അതുകൊണ്ട് ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന് ഇന്റേണൽ റെസിസ്റ്റൻസ് 0. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന വോൾട്ടേജ് സോഴ്സിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഒരു ചെറിയൊരു വാല്യൂ അതിനകത്ത്. പിന്നെ നമുക്ക് ഇവിടെ ഉണ്ട് RL. ഈ RL എന്ന് പറയുന്നതാണ് നമ്മുടെ ലോഡ്. ഈ RL എന്ന് പറയുന്നതാണ് നമ്മളുടെ ലോഡ്. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഏത് ലോഡിലാണ് മാക്സിമം പവർ നമ്മളുടെ സോഴ്സിൽ നിന്നും ലോഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ RL എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ യൂസർ സപ്ലൈ ചെയ്യുന്ന ലോഡാണല്ലോ ഈ RL എന്ന് പറയുന്നത്. അപ്പൊ ഈ RL ഏത് വാല്യൂ, ഈ RLന്റെ ഏത് വാല്യൂവിലാണ് ഏറ്റവും കൂടുതൽ പവർ സോഴ്സിൽ നിന്നും ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്. വിച്ച് സേസ് ദാറ്റ് so our agenda is that we have to find value of RL at which maximum power transfer from source to ലോഡ് എന്ന് പറഞ്ഞാൽ RL തന്നെ. അപ്പൊ സോഴ്സിൽ നിന്നും
മാക്സിമം പവർ ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന കണ്ടീഷൻ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അത് സ്റ്റേറ്റ് ചെയ്യുന്ന തിയറമാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. സോ വി ആർ ഗോയിങ് ടു സീ ദാറ്റ്. സോ വി ആർ ഗോയിങ് ടു ഡിറൈവ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ. അപ്പം മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാൻ RLന്റെ വാല്യൂ എന്തായിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. സോ കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദിസ് ഈസ് ദി വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് RL ഫോർ മാക്സിമം പവർ. ഈ മാക്സിമം പവർ കിട്ടുന്നതിന് വേണ്ടി RLന്റെ വാല്യൂ എന്തായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. RI എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. RL എന്ന് പറയുന്നത് ഞാൻ സപ്ലൈ ചെയ്തിരിക്കുന്ന ലോഡാണ്. ഈ ലോഡിന്റെ വാല്യൂ എന്താവുമ്പോഴാണ് ഇതിൽ മാക്സിമം പവർ കിട്ടുന്നത് എന്നാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട്. അപ്പൊ ഈ ലൂപ്പിനെ ഞാൻ അസ്യൂം ചെയ്യാണ് ഇത് കൂടെ പോകുന്ന കറണ്ട് I ആണ് എന്ന് ഞാൻ അസ്യൂം ചെയ്യാം. ഓക്കെ, so what I can do is that the current flowing through the network എന്ന് പറയുന്നത് say I is equal to applied voltage V divided by R total. V divided by R total. V divided by R total എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആയ RI പ്ലസ് ലോഡ് റെസിസ്റ്റൻസ് ആയ RL. സംശയമൊന്നുമില്ല. I എന്ന് പറഞ്ഞാൽ ഒറ്റ ലൂപ്പേ ഉള്ളൂ. ഇപ്പൊ ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് V, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RI പ്ലസ് RL. അപ്പൊ അങ്ങനെയാണെങ്കിൽ പവർ, നമുക്ക് പവറിന്റെ എക്സ്പ്രഷൻ എഴുതാം. പവർ എന്ന് പറഞ്ഞാൽ P ഈസ് ഈക്വൽ ടു I സ്ക്വയർ R. നമുക്ക് പവറിന് 3 എക്സ്പ്രഷൻസ് ഞാൻ മുകളിൽ എഴുതാം. പവർ P വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വോൾട്ടേജ് ഇൻറ്റു കറന്റ് V ഇൻറ്റു I, അല്ലെങ്കിൽ I സ്ക്വയർ, അതായത് സ്ക്വയർ ഓഫ് ദ കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ദ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ഈ 3 എക്സ്പ്രഷൻ നമുക്ക് പവറിന് യൂസ് ചെയ്യാം. DC പവർ. AC പവർ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പാരന്റ് പവറും എന്നുള്ള പലതരത്തിലുള്ള പവറുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടതാണ്. ഇത് നമ്മൾ പറയുന്നത് DC പവറാണ്. P is equal to I square into R. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? I ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ I is V divided by RI plus RL. I square into R എന്ന് പറഞ്ഞാൽ ഈ R RL ആണ്. സോ ഞാൻ റൈറ്റിംഗ് ഇറ്റ് ആസ് R. അപ്പൊ V divided by RI plus RL the whole square into RL. അതായത് V square divided by RI plus RL the whole square. അപ്പോൾ ആ സ്ക്വയറിനെ ഞാൻ രണ്ടാക്കി എഴുതി. അപ്പം ഒരു ഫ്രാക്ഷന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ഇൻറ്റു RL ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കാം. ഞാൻ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. RL എന്ന് പറയുന്നത് ഞാൻ എൻ്റെ X ആക്സിസ് ആയിട്ട് എടുത്തു. Y ആക്സിസ് ആയിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്യുന്ന പവർ എടുത്തു. നമ്മൾ ഇത് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു കർവ് കിട്ടും. ഇത് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊരു കർവ് കിട്ടും. അപ്പോൾ ഏതോ ഒരു വാല്യൂ ഓഫ് RLനാണ് എനിക്ക് മാക്സിമം പവർ കിട്ടുന്നത്. ദിസ് ഈസ് P max, മാക്സിമം പവർ. മാക്സിമം പവർ കിട്ടുന്ന ഏതോ ഒരു RLനാണ്. സേ ഐ എം കോളിംഗ് ദാറ്റ് ആസ് RL dash. So at RL dash P is equal to P max. ഏതോ ഒരു റെസിസ്റ്റൻസ് വാല്യൂവിനാണ് എനിക്ക് എൻ്റെ മാക്സിമം വാല്യൂ കിട്ടുന്നത്. ഇപ്പം നമ്മൾ ഓൾറെഡി നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏതൊരു എക്സ്പ്രഷൻ്റെയും മാക്സിമം പവർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് വാല്യൂ 0 കണ്ടുപിടിച്ചാൽ മതി. സോ ഡെറിവേറ്റീവ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു എന്ന് പറയുമ്പോൾ വി ആർ ഫൈൻഡിങ് ദ സ്ലോപ്പ്. ആക്ച്വലി ഡെറിവേറ്റീവ് കാണുമ്പം ഈ പോയിന്റിലുള്ള സ്ലോപ്പാണ് നിങ്ങൾ കാണുന്നത്. ദിസ് ഈസ് ദ സ്ലോപ്പ്. ഈ വാല്യൂവിലുള്ള സ്ലോപ്പാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ that is to find the RL or the value of RL at which
പി ഈസ് ഈക്വൽ ടു പി മാക്സ് എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ഡി പി ബൈ ഡി ആർ എൽ ഈസ് ഈക്വൽ ടു 0. ഡി നമ്മൾ പിന്റെ എക്സ്പ്രഷൻ നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ ഏത് ആർ എല്ലിനാണ് പി മാക്സിമം ആവുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ ആ പിയിലാണ് ഇതിന്റെ സ്ലോപ്പ് 0 ആവുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. അപ്പം പവർ എടുക്കുക, പവറിനെ ഏതിന്റെ വാല്യൂവിലാണോ അതിന് മാക്സിമം കണ്ടുപിടിക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ്. അപ്പൊ ഏത് എക്സിലാണ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ മാക്സിമം ആവുന്നതെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഡി എഫ് ഓഫ് എക്സ് ബൈ ഡി എക്സ് ചെയ്യുക, ഇക്വേറ്റ് ഇറ്റ് ടു 0. അപ്പൊ നിങ്ങൾ മാത്സിൽ അത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കേണ്ടത് പവറിന്റെ ആണ്. ഏത് വാല്യൂ ഓഫ് ആർ എല്ലിനാണ് മാക്സിമം കിട്ടുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ഡി പി ഡിവൈഡ് ബൈ ഡി ആർ എൽ ഈക്വൽ ടു 0 ചെയ്യണം. സോ ദിസ് ഇസ് ദ കണ്ടീഷൻ. So that is what we are doing is that we are actually evaluating or finding the slope. We are finding the slope. അപ്പോൾ നമ്മൾ ഇനി ആ ഒരു എക്സ്പ്രഷൻ ചെയ്യാൻ പോവാണ്. എന്താണ് ഈ ഡി പി ബൈ ഡി ആർ എൽ ഈക്വൽ ടു 0 ചെയ്യാൻ പോവാം. സോ ദ കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഇവാലുവേറ്റ് ഡി പി ബൈ ഡി ആർ എൽ ഈസ് ഈക്വൽ ടു 0 ചെയ്യണം. ഇപ്പം അങ്ങനെ ചെയ്യാൻ പോവാണ്. വി ഹാവ് പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഐ പ്ലസ് ആർ എൽ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ എൽ. അപ്പം നമുക്ക് ചെയ്യണം ഡി പി ബൈ ഡി ആർ എൽ ഈസ് ഈക്വൽ ടു 0 which can be denoted as d by dRL of v square by Ri plus RL the whole square into RL is equal to 0. അപ്പം ഞാൻ പി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് നമുക്ക് എന്ത് ചെയ്യാം? വി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ആർ എൽ കൺസിഡർ ചെയ്യുമ്പോൾ വി കോൺസ്റ്റന്റ് ആണ്, അതായത് വി സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വി സ്ക്വയർ പുറത്തേക്ക് എടുക്കാം. വി സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി ആർ എൽ ഓഫ് ആർ എൽ ബൈ ആർ ഐ പ്ലസ് ആർ എൽ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഈ ഡെറിവേഷൻ നന്നായി ശ്രദ്ധിക്കുക. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ എന്നത്. അപ്പം എന്ത് ചെയ്തു? ഞാൻ വി സ്ക്വയർ പുറത്തെടുത്തു. ഡി ബൈ ഡി ആർ എൽ ഇൻറ്റു ആർ എൽ ബൈ ആർ എൽ പ്ലസ് ആർ എൽ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ഈ വി സ്ക്വയർ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പം എനിക്കതിനെ ക്യാൻസൽ ചെയ്യാം. അപ്പുറത്ത് 0 അല്ലേ? അപ്പോൾ ഡി ബൈ ഡി ആർ എൽ ഓഫ് ആർ എൽ ബൈ ആർ ഐ പ്ലസ് ആർ എൽ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ റൂള് നമ്മൾ ഓർക്കണം. എങ്ങനെയായിരുന്നു? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് യു ഡിവൈഡഡ് ബൈ വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ഡിനോമിനേറ്റർ. ഇത് നിങ്ങൾ ഡിഫറൻസിയേഷൻ പഠിച്ചപ്പം അല്ലെങ്കിൽ മാത്സിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു എന്താ പറയുക, ഒരു റിലേഷനാണ്. ഇപ്പം യു എന്ന് പറയുന്ന വി എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് യു ഡിവൈഡ് ബൈ വി ചെയ്യണം എന്നെങ്കിൽ യു ന്യൂമറേറ്ററും വി ഡിനോമിനേറ്ററും. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ആർ ഐ പ്ലസ് ആർ എൽ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഡി ബൈ ഡി ആർ എൽ ഓഫ് ന്യൂമറേറ്റർ എന്താണ്? ആർ എൽ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡി ബൈ ഡി ആർ എൽ ഓഫ്
Denominator is Ri plus RL the whole square is equal to 0. അങ്ങനെ എഴുതി. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, ഡിവൈഡഡ് ബൈ Ri plus RL the whole square which is raised to 4. Ri plus RL whole square ഡിനോമിനേറ്റർ, അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ Ri plus RL raised to 4 എന്നുണ്ട്. ഇനി ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടേം Ri plus RL the whole square into DRL by DRL is 1. So into 1 minus RL into D by DRL of Ri plus RL the whole square. അപ്പോൾ നമുക്കറിയാം D by dx of x square is 2x അല്ലേ? അപ്പോൾ D by dx of t square is equal to 2t into d by dx of t. അങ്ങനെ ചെയ്യണം അല്ലേ? അപ്പം നമുക്കിവിടെ എന്തുണ്ട്? d by drl of Ri plus RL the whole square. അപ്പം എന്താ എഴുതാ? 2 is into 2 into Ri plus RL raised to 1 into d by drl of Ri plus RL. d by drl of Ri plus RL is equal to 0. And denominator എടുക്കണ്ട. ഡിനോമിനേറ്റർ നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് 0 ആയി പോയിക്കോളും. അപ്പോൾ ഇതെന്ത് എഴുതാം? Ri plus RL the whole square minus 2RL into Ri plus RL into d by drl of Ri plus RL is di by drl is 0 plus drl by drl is 1. So 0 plus 1 into 0 plus 1 is equal to 0. അതായത് Ri plus RL the whole square minus 2RL into Ri plus RL into 1 is equal to 0. അപ്പം ഇവിടെ Ri plus RL ഹോൾ സ്ക്വയർ ഉണ്ട്, രണ്ടാമത്തെ ടേമിൽ Ri plus RL ഉണ്ട്. അപ്പോൾ ഒരു Ri plus RL നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ Ri plus RL ഈ സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. അപ്പം Ri plus RL മൈനസ് 2RL ഈസ് ഈക്വൽ ടു 0. അതായത് Ri മൈനസ് RL ഈസ് ഈക്വൽ ടു 0. അതായത് RL ഈസ് ഈക്വൽ ടു Ri. കണ്ടീഷൻ കിട്ടി. സോ കണ്ടീഷൻ ഫോർ maximum power transfer is your load resistance RL should be equal to your internal resistance. RL should be equal to Ri. That is load resistance be equal to internal resistance. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ കിട്ടി. മാക്സിമം പവർ ട്രാൻസ്ഫർ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് യുവർ ലോഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി ഓൾവേസ് ഈക്വൽ ടു യുവർ ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം പവർ കണ്ടുപിടിക്കാമല്ലോ. മാക്സിമം പവർ, സോ പി മാക്സ് is equal to P, value of P evaluated at RL is equal to Ri. RL equal to Ri എന്ന് നമ്മുടെ Pൻ്റെ എക്സ്പ്രഷനിൽ RL equal to Ri സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ Pൻ്റെ എക്സ്പ്രഷനിൽ RL equal to Ri സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് Pൻ്റെ എക്സ്പ്രഷൻ മുകളിലുണ്ട്. സേ ഇക്വേഷൻ എ. ഓക്കെ, ഇക്വേഷൻ എയിൽ RL equal to Ri സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ V സ്ക്വയർ ഡിവൈഡഡ് ബൈ Riൻ്റെ സ്ഥാനത്ത് RL. അപ്പോൾ RL പ്ലസ് RL ദ ഹോൾ സ്ക്വയർ ഇൻറ്റു RL which is equal to V square divided by RL plus RL is 2RL square. So 2RL the whole square into RL which is equal to V square divided by
4RL² ഇൻറ്റു RL. ഇപ്പോൾ RL നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ P max is equal to V² divided by 4RL. This is the equation for maximum power transfer. ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്തിരിക്കണം. കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് RL is equal to RI, and the expression for maximum power transfer is P max is equal to V² divided by 4RL. ഈ രണ്ട് കണ്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, maximum power transfer occurs when the value of the load resistance is equal to the internal resistance, that is your RL is equal to RI. So maximum power transfer states that in a DC network, maximum power will be transferred from the source to the load. സോഴ്സിൽ നിന്നും ലോഡിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് എപ്പോഴാണ്? when the load resistance becomes equal to the internal resistance of the network as viewed from the load terminals. അപ്പോൾ നമുക്ക് കണ്ടീഷൻസ് ഇവിടെ വീണ്ടും എഴുതാം. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് RL is equal to RI, കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ. അത് കാരണം ഉള്ള മാക്സിമം പവർ P max is equal to V² divided by 4RL, അല്ലെങ്കിൽ V² divided by 4RI. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പവർ മാക്സിമം ആവുന്നത് ലോഡ് റെസിസ്റ്റൻസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആവുമ്പോഴാണ്. അങ്ങനെയുള്ള മാക്സിമം പവർ എന്ന് പറയുന്നത് V² divided by 4RL ആണ്. രണ്ടാമത് ഇതിനകത്ത് ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു സർക്യൂട്ട് നിങ്ങളുടെ തന്നു കഴിഞ്ഞിട്ട് മാക്സിമം പവർ ട്രാൻസ്ഫർ ആവാനുള്ള കണ്ടീഷൻ ചോദിക്കുകയാണ്. മാക്സിമം പവർ എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സർക്യൂട്ടിനെ നിങ്ങൾ ആദ്യം തെവനൈസ് ചെയ്യണം. നിങ്ങളുടെ സർക്യൂട്ടിൻ്റെ ഇക്വലന്റ് തെവനിൻ സർക്യൂട്ട് കണ്ടുപിടിക്കണം. ഇക്വലന്റ് തെവനിൻ സർക്യൂട്ട് കണ്ടുപിടിച്ചതിന് ശേഷം ആണ് നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ യൂസ് ചെയ്തൊരു പ്രോബ്ലം ചോദിച്ചാലും അതിലെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് തെവനൈസ് ചെയ്യുന്നത് തന്നെയായിരിക്കും. തന്ന സർക്യൂട്ടിനെ തെവനൈസ് ചെയ്തിട്ട് ഒരു വോൾട്ടേജ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആക്കി മാറ്റണം. എന്നിട്ടാണ് നിങ്ങൾ ലോഡ് അവിടെ കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് ലോഡ് കണക്ട് ചെയ്യുമ്പം ആ ലോഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണെന്ന് പറയാൻ പറ്റും, RI തന്നെയാണെന്ന് പറയാൻ പറ്റും. മാക്സിമം പവർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് V² divided by 4 into ആ റെസിസ്റ്റൻസ് ആണെന്നും പറയാൻ പറ്റും. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിന്റെ പ്രോബ്ലം ആണെങ്കിലും തെവനിൻ തിയറത്തിന്റെ പ്രോബ്ലം ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് തെവനൈസ് ഓഫ് എ സർക്യൂട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തെവനിൻ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ എന്തായാലും പറ്റണം. അപ്പോൾ നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം ചെയ്യാൻ തുടക്കത്തിൽ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് RL ഫോർ വിച്ച് ദ പവർ ട്രാൻസ്ഫർ ടു ദ ലോഡ് വിൽ ബി മാക്സിമം ആൻഡ് വാട്ട് വുഡ് ബി ദ വാല്യൂ ഓഫ് ദി മാക്സിമം പവർ. അപ്പോൾ നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ സർക്യൂട്ട് എന്ന് പറയുന്നതിൽ ഒരു 12 വോൾട്ട് സോഴ്സും ഒരു 4 ഓം റെസിസ്റ്ററും ഒരു 8 ഓം റെസിസ്റ്ററും കൊടുത്തിട്ടുണ്ട്. അതിന് 8 ഓമിന് അക്രോസ് ആയിട്ടാണ് നിങ്ങൾ RL കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ RL എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ലോഡ് റെസിസ്റ്റൻസ്. നിങ്ങളുടെ പ്രോബ്ലത്തിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ എയിം എന്താണെന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഫൈൻഡ് വാല്യൂ ഓഫ് RL ഫോർ വിച്ച് പവർ ഈസ് മാക്സിമം. ഇതാണ് നിങ്ങളുടെ ഉദ്ദേശം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സർക്യൂട്ട് ഉണ്ട്, അതായത് ഈ 12 വോൾട്ടും 4 ഓമും 8 ഓമും ഉള്ള സർക്യൂട്ട്. ഈ സർക്യൂട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? യു ഹാവ് ടു അപ്ലൈ തെവനിൻസ് തിയറം. ഈ സർക്യൂട്ടിൽ തെവനിൻസ് തിയറം അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും തെവനൈസ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മുടെ ഇനീഷ്യൽ സ്റ്റെപ്പുകളെല്ലാം സെയിം ആണ്. തെവനൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് തെവനിൻ സർക്യൂട്ടിൽ ചോദിക്കുന്ന എന്തായിരിക്കും? ആ എലമെന്റിൽ കൂടെ പോകുന്ന കറണ്ടോ അല്ലെങ്കിൽ ആ എലമെന്റിന് അക്രോസുള്ള വോൾട്ടേജോ. അപ്പോൾ അതിന് പകരം ഒരു മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് എന്താ? ഏത് ലോഡിലാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ആ ട്രാൻസ്ഫർ ചെയ്ത മാക്സിമം പവർ എത്ര? അപ്പോൾ ഫൈനലി കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ മാത്രമേ രണ്ടും തമ്മിൽ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ
തെവനിൻ സർക്യൂട്ട് കാണാം. തെവനിൻ സർക്യൂട്ട് കാണണമെങ്കിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഏത് ആണോ നിങ്ങളുടെ ലോഡ്, ആ ലോഡിനെ എടുത്ത് മാറ്റണം. ഇവിടെ നിങ്ങളുടെ ലോഡ് എന്ന് പറയുന്നത് RL ആണ്. RLന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ആ RLനെ ആദ്യം എടുത്ത് മാറ്റി. RLനെ ആദ്യം എടുത്ത് മാറ്റിയപ്പോൾ എന്ത് കിട്ടി? 12 വോൾട്ട്, 4 ഓം, 8 ഓം. 8 ഓമിന് അക്രോസ് ആണ് എനിക്ക് എയും ബിയും വന്നത്. അപ്പൊ ആ 8 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണോ ആ വോൾട്ടേജ് ആയിരിക്കും VTH. ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നിങ്ങളുടെ VTH എന്ന് പറയുന്നത് ദിസ് ഇസ് ദ വോൾട്ടേജ് അക്രോസ് 8 ഓം. 8 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? VThevenin കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് നമ്മൾ 12 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഒരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ, ഒറ്റ കറണ്ടേ ഉള്ളൂ ഇതിനകത്ത്. ഇതിൽ കൂടെ രണ്ടാമത് നിങ്ങൾക്കൊരു മെഷ് ഇല്ല. അതായത് ആ AB എന്ന് എഴുതിയിട്ടുള്ള ടെർമിനലിൽ കൂടെ ഒരു കറണ്ട് പോവില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ സർക്യൂട്ടാണ്. എയും ബിയും എന്നുള്ളത് ഓപ്പൺ സർക്യൂട്ട് ടെർമിനലാണ്. അപ്പൊ അതിൽ കൂടെ കറണ്ട് പോവില്ല. അപ്പൊ 2 ലൂപ്പ് ഉണ്ട് തോന്നുമെങ്കിലും രണ്ടാമത്തെ ലൂപ്പ് ക്ലോസ്ഡ് അല്ല. അപ്പൊ അതുകൊണ്ട് അതൊരു ലൂപ്പ് അല്ല. ആദ്യം കാണിച്ചിരിക്കുന്ന 12 വോൾട്ട്, 4 ഓം, 8 ഓം, അതിൽ കൂടെ മാത്രമേ കറണ്ട് പോവുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് VTH ആണ്. VTH ആണ് V8 ഓം. അപ്പൊ നമുക്ക് V8 ഓം കാണാൻ വേണ്ടി നമുക്ക് ഒറ്റ ലൂപ്പ് അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് സിംപ്ലി വോൾട്ടേജ് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്യാം. സോ അപ്ലൈ വോൾട്ടേജ് ഡിവിഷൻ റൂൾ. അപ്ലൈ വോൾട്ടേജ് ഡിവിഷൻ റൂൾ. നിങ്ങൾക്ക് കണ്ടുപിടിക്കാം V8 ഓം എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് V ടോട്ടൽ ഇൻറ്റു 8 ഓം ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റേഴ്സ് 4 പ്ലസ് 8 ഓം. അപ്പോൾ V ടോട്ടൽ എന്ന് പറയുന്നത് 12 ആണ്. സോ 12 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 12 വിച്ച് ഈസ് ഈക്വൽ ടു 8 വോൾട്ട്. അപ്പോൾ ദാറ്റ് ഈസ് VTH ഈസ് ഈക്വൽ ടു V8 ഈസ് ഈക്വൽ ടു 8 വോൾട്ട്. VTH കിട്ടി. തന്ന സർക്യൂട്ടിന്റെ തെവനിൻ ഇക്വലന്റ് വോൾട്ടേജ് കിട്ടി. വളരെ സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ടാണ്. സോ VTH കാൽക്കുലേറ്റ് ചെയ്തു. ഇനി രണ്ടാമത് എന്ത് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് RTH കാണണം. അപ്പൊ RTH കാണണം എന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ സർക്യൂട്ട് അതുപോലെ തന്നെ നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് ഒഴിവാക്കിയിട്ടുള്ള സർക്യൂട്ട് ആദ്യം എടുത്തു. എക്കും ബിക്കും അക്രോസ് ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്കും ബിക്കും അക്രോസ് ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ സമയത്ത് നമുക്ക് ആദ്യം അറിയാം, വോൾട്ടേജ് സോഴ്സുകൾ ഉണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം, കറണ്ട് സോഴ്സുകൾ ഉണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതൊരു 12 വോൾട്ട് വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ. ആ വോൾട്ടേജ് സോഴ്സിനെ ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. അപ്പോൾ ആ 12 വോൾട്ടിന്റെ അവിടെ ഷോർട്ട് വന്നു. 4 ഓമും 8 ഓമും അക്രോസ് A and B. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ 4 ഓമും 8 ഓമും പാരലലാണ്. സോ നിങ്ങളുടെ RTH എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. സോ യുവർ RTH ഈസ് the parallel combination of 4 and 8, which is equal to 4 into 8 divided by 4 plus 8. 4 into 8 is 32. 4 plus 8 is 12. So we can find the value of RTH, which is 32 divided by 12. 32 by 12 is 2.67. അപ്പോൾ RTH കണ്ടുപിടിച്ചു 2.67, VTH കണ്ടുപിടിച്ചു 12 വോൾട്ട്. അപ്പോൾ നമുക്ക് അതിനെ ഈ ഒരു സർക്യൂട്ടിനെ നമുക്ക് അതിൻ്റെ തെവനിൻ ഇക്വലന്റ് സർക്യൂട്ട് ആക്കി വരയ്ക്കാം. വിച്ച് ഈസ് 8 വോൾട്ട് ആൻഡ് 8/3 ഓം. അപ്പോൾ ഇത് 8/3 തന്നെയാണ്. 32 by 12 എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് 8/3. എന്ത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. 8 divided by 3. നമ്മൾ മുകളിലും താഴെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 8/3 അല്ലെങ്കിൽ 2.67. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അതിൻ്റെ തെവനിൻ ഇക്വലന്റ് സർക്യൂട്ട് കിട്ടി. ആ തെവനിൻ ഇക്വലന്റ് സർക്യൂട്ടിലേക്ക് നിങ്ങൾ എന്തിനെ തിരിച്ച് കണക്ട് ചെയ്യണം? നിങ്ങളുടെ ലോഡ് റെസിസ്റ്റൻസ് ആയ RLനെ തിരിച്ച് കണക്ട് ചെയ്യണം. അപ്പം ഇത്രയും വരെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിന്റെ പ്രോബ്ലം ആണെങ്കിൽ പോലും ഇവിടെ വരെ നമ്മൾ ചെയ്തത് തെവനിന്റെ പ്രോബ്ലം ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനിയാണ് എന്ത് ചെയ്യേണ്ടത്? മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം RL എന്ന് പറയുന്നത് RI ആണ്. അപ്പോൾ നിങ്ങളുടെ RI എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് യുവർ RI. RI ഈസ് 8/3. സോ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം യുവർ ലോഡ് റെസിസ്റ്റൻസ് വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു 8/3. അപ്പോൾ ഞാൻ RLന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? RI തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റിന്റെ ഉത്തരം കിട്ടി. നിങ്ങളുടെ സർക്യൂട്ടിനകത്ത്
മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോഡിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ആ ലോഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ RI അഥവാ RTH തന്നെയായിരിക്കും. RTH എന്ന് പറയുന്നത് 8/3 ഓം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഇനിയോ മാക്സിമം പവർ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ മാക്സിമം പവർ. അപ്പം ഇത്രയും നമുക്ക് മനസ്സിലായി. നമ്മൾ VTH ഇപ്പം നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നതിനകത്ത് ഈ 8 വോൾട്ട് എന്ന് പറയുന്നത് VTH ഓഫ് ദി സർക്യൂട്ട് ആണ്. 8/3 എന്ന് പറഞ്ഞ് വരച്ചിരിക്കുന്നത് RTH ഓഫ് ദ സർക്യൂട്ട് ആണ്. ഈ RTH തന്നെയാണ് RI. ദിസ് ഇസ് സെയിം ആസ് RI. ഇതാണ് നിങ്ങളുടെ ലോഡ്. RLന്റെ വാല്യൂ 8/3 ആയി. അപ്പം RL ഈക്വൽ ടു RI ആവുമ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ. So maximum power transfer is easy to calculate. We know that the expression for Pmax is VTH square divided by RTH plus RL. അല്ലേ? അതായത് ഇനി RTH by RL എന്ന് എഴുതണ്ട, നേരിട്ട് അതങ്ങ് എഴുതിയാൽ മതി. VTH ആ എക്സ്പ്രഷൻ നേരിട്ട് അങ്ങ് എഴുതിയാൽ മതി, ഇനി സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ VTH സ്ക്വയർ VTH square divided by 4RL അല്ലെങ്കിൽ 4RTH. VTH എന്ന് പറയുന്നത് എത്രയായിരുന്നു? 8 വോൾട്ട്. അപ്പോൾ 8 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു RTH is 8/3, which is ചെയ്ത് നോക്കാം. 8 സ്ക്വയർ is 64 divided by 4 ഇൻറ്റു 8/3, അല്ലെങ്കിൽ 3 മോളിലേക്ക് പോകും. 8 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 4, 6 എന്ന് കിട്ടും. ഇതിന് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്കതിനെ മാറ്റാം. വേണമെങ്കിൽ കാൽക്കുലേറ്റർ ഇല്ലാതെ തന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ദിസ് ഇസ് 8 സ്ക്വയർ ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 8. ഒരു 8ഉം 8ഉം ക്യാൻസൽ ആവും, 8ഉം 4ഉം ക്യാൻസൽ ആവും. 2 ഇൻറ്റു 3 is equal to 6. So the maximum transferred power is 6 watts. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ സർക്യൂട്ട് എടുക്കുക, സർക്യൂട്ടിനകത്ത് ലോഡിനെ എടുത്ത് മാറ്റുക. ആ 2 ടെർമിനലിന് അക്രോസ് ഉള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കാണുക, അത് VTH ആവും. ആ 2 ടെർമിനലിന് അക്രോസ് ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുക, അത് RTH ആവും. VTHും RTHും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. അതിലേക്ക് ലോഡിനെ കണക്ട് ചെയ്യുക. അപ്പോൾ RTH എന്താണോ അത് തന്നെയായിരിക്കും RL. RL should be must be equal to RTH for maximum power transfer. മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ലോഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് RTH തന്നെയാണ്. ഈ മാക്സിമം പവർ കാണണമെങ്കിലോ VTH സ്ക്വയർ ഡിവൈഡഡ് ബൈ 4RTH. അപ്പോൾ VTH നമ്മൾ കണ്ടുപിടിച്ചു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. RTH കണ്ടുപിടിച്ചു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് മിനിമൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം പവറിന്റെ എക്സ്പ്രഷൻ. എനി ഡൗട്ട്സ്? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ 2 പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യണം. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അറ്റൻഡൻസ് എടുക്കാം. അതിനുശേഷം ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. So this is the next circuit. Calculate the value of the R which will absorb maximum power from the circuit. Also compute maximum power. അപ്പോൾ ക്വസ്റ്റ്യനിൽ വ്യത്യാസമൊന്നുമില്ല. A, B ടെർമിനൽ കാണിച്ചിട്ടുണ്ട്, അതിന് അക്രോസ് RL കണക്ട് ചെയ്തിട്ടുണ്ട്. ഏത് വാല്യൂ ഓഫ് RLലാണ് മാക്സിമം പവർ കിട്ടുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. ഫസ്റ്റ് ടു സിംപ്ലി തെവനൈസ് ദ സർക്യൂട്ട്. ഫസ്റ്റ് ചെയ്യേണ്ടത് തെവനൈസ് ദ സർക്യൂട്ട്. ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പിൽ യുവർ RL വാല്യൂ ഫോർ മാക്സിമം പവർ, RL ഷുഡ് ബി ഈക്വൽ ടു RTH ഫോർ മാക്സിമം പവർ. മൂന്നാമത് ചെയ്യേണ്ട കാര്യം Pmax എന്ന് പറയുന്നത് VTH സ്ക്വയർ ഡിവൈഡഡ് ബൈ 4RTH ആയിരിക്കും. അത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. ആ സർക്യൂട്ട് ഞാൻ മുകളിൽ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ RLനെ റിമൂവ് ചെയ്യാം. സോ റിമൂവ് RL. RL റിമൂവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്കൊരു 15 വോൾട്ട് ഇവിടെ ഉണ്ട്.
പ്ലസ് മൈനസ് 15 വോൾട്ട്, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 3. ഇവിടെ ഒരു 1. ഇവിടെ 1. ഇത് 3 ഓം, ഇത് 3 ഓം, ഇത് 2 ഓംസ്, ഇത് എ, ഇത് ബി, ഇത് 1 ഓംസ്. അപ്പോൾ 6 റിമൂവ് ചെയ്തപ്പം നമ്മുടെ സർക്യൂട്ട് നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് ദ Thevenin equivalent. We have to find the Thevenin equivalent. അപ്പോൾ Thevenin equivalent കാണുന്ന സമയത്ത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് we have to find VTH. ആദ്യം VTH കാണണം. അപ്പോൾ ആ സർക്യൂട്ടിനെ ഒന്നുകൂടെ മാറ്റി വരയ്ക്കാം. ഇത് പ്ലസ് മൈനസ് 15, ഇത് 3 അല്ലേ, ഇത് അതൊന്നുമില്ല, ഇവിടെ 3. ഇനി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എ എന്ന ടെർമിനലിന്റെ അടുത്തൊരു 2 ഓംസ് ഉണ്ട്, ബി എന്ന ടെർമിനലിന്റെ അടുത്തൊരു 1 ഓം ഉണ്ട്. ഈ 2 എണ്ണത്തിൽ കൂടിയും കറണ്ട് ഫ്ലോ ചെയ്യില്ല. കാരണം എന്താ? എയും ബിയും ഓപ്പണാണ്. അപ്പോൾ 15 വോൾട്ടിൽ നിന്ന് ഒരു കറണ്ട് ഇങ്ങനെ വന്ന് 3 ഓമിൽ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് 2 ഓംസ് കൂടെ പോകാൻ പറ്റില്ല. കാരണം എന്താ? എയും ബിയും ഷോർട്ട് അല്ല, അവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട്. അപ്പൊ എല്ലാ കറണ്ടും 3 കൂടെ തന്നെ ഫ്ലോ ചെയ്യും. അപ്പൊ എഫക്റ്റീവ്ലി നമുക്ക് ഇവിടെ 2ഉം 1ഉം കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതായിരിക്കും എൻ്റെ VTH. ഇതായിരിക്കും എൻ്റെ VTH. ഒന്നുകൂടെ പറയാം. 15 വോൾട്ടിൽ നിന്ന് ഒരു കറണ്ട് 3 ഓം കൂടെ ഫ്ലോ ചെയ്ത കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കറണ്ട് മുഴുവനും താഴേക്ക് പോകും. കാരണം അതിന് 2 ഓം കൂടെ പോകാനോ 1 ഓമിൽ കൂടെ പോകാനോ പറ്റില്ല. കാരണം എയും ബിയും ഓപ്പൺ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പം എഫക്റ്റീവ്ലി VTH കാണുമ്പോൾ 2 ഓമിന്റെയും ആവശ്യം അവിടെ ഇല്ല. 1 ഓമിനെയും 2 ഓമിനെയും കൺസിഡർ ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഇതാണ് VTH. സോ സിമ്പിൾ ഒറ്റ ലൂപ്പ് സർക്യൂട്ട് മാത്രമായി. So to find VTH, apply voltage division rule. കാരണം ഒറ്റൊരു ലൂപ്പേ ഉള്ളൂ. 3 ഓമിക്കൂടെ ഉള്ള വാല്യൂ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്താൽ കിട്ടും. അപ്ലൈ വോൾട്ടേജ് ഡിവിഷൻ റൂൾ. VTH is equal to applied voltage 15 into ഏത് ഓം റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ളതാണ്? 3 ഓം ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 + 3, which is equal to 15 into 3 by 6, which is 15 by 2, which is equal to 7.5 volt. VTH കിട്ടി. ഓക്കെ, സംശയമില്ല, സിമ്പിളാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് RTH കാണണം. RTH കാണുന്ന സമയത്ത് എന്താണ്? എ ബി എന്ന ടെർമിനലിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് ആണ് കാണേണ്ടത്. വോൾട്ടേജ് സോഴ്സുകളെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. അപ്പോൾ 15 വോൾട്ടിനെ ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഒരു 3 ഓം മാത്രം, 3 ഓം. പിന്നെ ആ നമുക്കുള്ളത് രണ്ടാമത്തെ 3 ഓം. ആ 3 ഓം ഞാൻ ഇങ്ങനെ വരച്ചു. പിന്നെ ഇവിടെ ഒരു 1 ഓം, ഇവിടെ ഒരു 2 ഓം. ഇത് എ, ഇത് ബി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴുള്ള റെസിസ്റ്റൻസ് ആണ് RTH. സംശയമില്ലല്ലോ. ഇനി നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം. അതായത് ആ 3 ശരിക്കും പറഞ്ഞാൽ 15 വോൾട്ടിന്റെ കൂടെയുള്ള 3 ഓം എന്നുള്ളത് ഞാൻ ഹൊറിസോണ്ടലിയാണ് അവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ വരച്ചപ്പോൾ അത് വെർട്ടിക്കലി വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കണക്ഷൻ സെയിം ആണ്. കാരണം 15 വോൾട്ടിന്റെ അവിടെ ഷോർട്ട് സർക്യൂട്ട്. ഇനി 3 ഓമും 3 ഓമും പാരലാണ്. അപ്പോൾ 3 ഓം പാരലൽ ആകുമ്പോൾ ഈക്വലന്റ് വാല്യൂ എന്ന് പറയുന്നത് 3/2 ആയിരിക്കും. സോ ദിസ് വാല്യൂ ഈസ് 3/2.
അതിൻ്റെ കൂടെ സീരീസ് ആയിട്ട് 2 ohms ഉണ്ട്, ഇവിടെ സീരീസ് ആയിട്ട് 1 ohm ഉണ്ട്. ഇത് എ, ഇത് ബി. ഇങ്ങോട്ട് നോക്കുമ്പോൾ RTH. അപ്പോൾ നമുക്ക് എഴുതാം RTH ഈസ് ഈക്വൽ ടു 2 ohms പ്ലസ് 3/2 ohm പ്ലസ് 1 ohm. 2 plus 1, 3. 3 plus 1.5 is 4.5 ohms. RTH കിട്ടി. VTHന്റെ വാല്യൂ 7.5, RTHന്റെ വാല്യൂ 4.5. സംശയമില്ലല്ലോ, ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. RL ആദ്യം റിമൂവ് ചെയ്തപ്പോൾ നമ്മുടെ സർക്യൂട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ച പോലെയായി. എന്നിട്ട് അതിനകത്ത് VTH കാണുന്ന സമയത്ത് ആ സർക്യൂട്ട് കാണുമ്പോൾ തന്നെ അറിയാം എയും ബിയും ഓപ്പൺ ആയതുകൊണ്ട് 2 ഓമിലൂടെയും 1 ഓമിലൂടെയും കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യില്ല. അപ്പോൾ VTH കാണുമ്പോൾ 2ഉം 1ഉം കൺസിഡർ ചെയ്യേണ്ട, 3 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണോ അതായിരിക്കും VTH. അപ്പോൾ നമ്മൾ അവിടെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്തു. ടോട്ടൽ വോൾട്ടേജ് 15 ഇൻറ്റു ഏത് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ളതാണോ കാണേണ്ടത് അത് 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 3 + 3. 15 ഇൻറ്റു 3/6, 7.5 വോൾട്ട് VTH കിട്ടി. ഇനി RTH കിട്ടാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള സർക്യൂട്ടിലേക്ക് വീണ്ടും വരുന്നു. 15 വോൾട്ടിനെ ഷോർട്ട് ചെയ്യുന്നു. അപ്പോൾ 3 ഓമും 3 ഓമും പാരലൽ. അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസിലേക്ക് 1 ഓമും 2 ഓമും സീരീസ് ആവും. അപ്പോൾ 3 ഓമും 3 ഓമും പാരലൽ എന്ന് പറയുമ്പോൾ 3/2. അപ്പോൾ 3/2, 2 ഓമും 1 ഓമും സീരീസിൽ. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 4.5 ഓം എന്ന് കിട്ടി. അപ്പോൾ 7.5ഉം 4.5ഉം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സോ ദി തെവെനിൻ ഇക്വലന്റ് സർക്യൂട്ട് ഇസ്, ആദ്യം VTH വരയ്ക്കുക. VTH അത് കിട്ടിയ വാല്യൂ 7.5 വോൾട്ട്. സീരീസ് ആയിട്ട് എനിക്ക് RTH ഉണ്ട്. ദിസ് ഇസ് RTH. RTH കിട്ടിയ വാല്യൂ 4.5 ohms. ഇവിടെ RL. ഈ ടെർമിനൽ എ, ഈ ടെർമിനൽ ബി. ഓക്കെ, അപ്പം നമുക്ക് ധൈര്യമായിട്ട് കണ്ടീഷൻ എഴുതാമല്ലോ. ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ RL should be equal to RTH, which is equal to 4.5 ohms. So ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. മാക്സിമം പവർ ട്രാൻസ്ഫറിന് വേണ്ടി RLൻ്റെ വാല്യൂ എന്ന് പറയുന്നത് RTH ആയിരിക്കണം, 4.5 ohm. ഇനി എന്ത് കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം പവർ ട്രാൻസ്ഫർ എത്രയാണെന്ന്. സോ മാക്സിമം പവർ ട്രാൻസ്ഫർ Pmax is equal to VTH square divided by 4RTH. VTH എന്ന് പറയുന്നത് 7.5 square divided by 4 into RTH is 4.5. നമുക്ക് ചെയ്ത് നോക്കാം. 7.5 square divided by 4 into 4.5. So you're getting it as 3.125. So the maximum power is 3.125 watts. So this is the way in which we are doing the problem. അപ്പോൾ ലാസ്റ്റത്തെ തെവെനിൻ സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. RL എന്ന് പറയുന്നത് RTH ആണെന്ന് എഴുതാം. മാക്സിമം പവർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് VTH സ്ക്വയർ ബൈ 4RTH എന്ന് എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വാല്യൂ കണ്ടുപിടിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു പ്രോബ്ലം കൂടെ സോൾവ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് R which will absorb maximum power from the circuit, also compute the maximum power. ക്വസ്റ്റ്യൻ സെയിം ആണ്, സർക്യൂട്ട് മാത്രമേ വ്യത്യാസമുള്ളൂ. എയും ബിയും കാണിച്ചിട്ടുണ്ട്. എക്കും ബിക്കും അക്രോസ് R എന്നുള്ള വാല്യൂ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. 120 വോൾട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 10 ohm ഉണ്ട്, ഒരു 5 ohm ഉണ്ട്, ഒരു 6 ആംപിയർ ഉണ്ട്. സോ ഇവിടെ കുറച്ച് കൂടി കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടാണ്. 2 സോഴ്സുകളുണ്ട്. 120 വോൾട്ട് എന്നുള്ള സോഴ്സും ഉണ്ട്, 6 ആംപിയർ എന്നുള്ള സോഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആ സർക്യൂട്ട് മുകളിൽ വരച്ചു. നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാണ്. സോ ടു ഫൈൻഡ് the
തെവെനിൻ ഇക്വലന്റ് സർക്യൂട്ട് എന്ത് ചെയ്യണം? ആ ആറിനെ അവിടുന്ന് ആദ്യം എടുത്ത് മാറ്റണം അല്ലേ? അപ്പം എന്ത് കിട്ടും? ഇതിന് മുന്നേ ചെയ്ത പോലെ തന്നെ ഒരു വോൾട്ടേജ് സോഴ്സ് 120 വോൾട്ട്, ഒരു 10 ഓം റെസിസ്റ്റർ, ഒരു 5 ഓം റെസിസ്റ്റർ, ഈ പോയിന്റ് എ, ഈ പോയിന്റ് ബി, ആറെടുത്ത് മാറ്റിയില്ലേ? ആറെടുത്ത് മാറ്റിയപ്പോൾ ആ എയും ബി അവിടെ തന്നെ. ഈ 5 ഓമിന് പാരലായിട്ട് 6 ആംപിയർ. ഇങ്ങനെ കിട്ടി. അപ്പൊ ഈ വി എ ബി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് വി എ ബി എന്ന് പറയുന്നത് ഏതാണെന്നുള്ളത്. അപ്പൊ അത് ഈ സർക്യൂട്ട് കാണുമ്പോൾ തന്നെ അറിയാം, ഈ 5 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണോ അത് തന്നെയാണ് എ ബി. എ ബി എന്ന് പറഞ്ഞ് നമ്മൾ മെഷർ ചെയ്യുന്നത് 5 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ വി എ ബി അഥവാ വി ടി എച്ച് എന്ന് പറയുന്നത് V5 ohms ആണ്. 5 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടാൽ മതി. അതായത് ഈ 5 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് ആയ I കണ്ടുപിടിച്ചാൽ മതി. സോ വി ഹാവ് ടു ഇവാലുവേറ്റ് I. സോ VTH ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 5 ടൈംസ് I. V5 ഓം എന്ന് പറയുന്നത് എന്താണ്? 5 ടൈംസ് I ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു ക്ലിയർ പിക്ചറായി. ആറെടുത്ത് മാറ്റിയപ്പം വി എ ബി എന്ന ടെർമിനൽ, വി എ ബി എന്നുള്ള വോൾട്ടേജ് നമ്മളവിടെ കണ്ടു. ഈ വി എ ബി എന്ന് പറയുന്നത് ഇതാണ് വി ടി എച്ച് പ്ലസ് മൈനസ്. അപ്പൊ 5 ഓമിന് അക്രോസ് ഉള്ള 5 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിച്ചാൽ മതി. ആ കറണ്ട് ഇൻറ്റു 5 ഓംസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വി ടി എച്ച് കാണും. അപ്പൊ ഇവിടെ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് സോഴ്സും ഉണ്ട്, ഒരു കറണ്ട് സോഴ്സും ഉണ്ട്. നമുക്ക് 2 ലൂപ്പ് ഉണ്ട്. അപ്പോൾ എളുപ്പത്തിൽ കാണാൻ പറ്റില്ല, ഏത് രീതിയിൽ വേണമെങ്കിലും കാണാം. ഇവിടെ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് വി ക്യാൻ അപ്ലൈ സൂപ്പർ പൊസിഷൻ തിയറം. അപ്ലൈ സൂപ്പർ പൊസിഷൻ തിയറം. നിങ്ങൾക്കിപ്പോൾ ഇത് നോഡ് അനാലിസിസ് യൂസ് ചെയ്തിട്ടോ മെഷ് അനാലിസിസ് യൂസ് ചെയ്തിട്ടോ ചെയ്യാം, തെറ്റൊന്നുമില്ല. ഞാൻ സൂപ്പർ പൊസിഷൻ ചെയ്തു എന്ന് മാത്രം. സൂപ്പർ പൊസിഷൻ ആവുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ സോഴ്സ് കൺസിഡർ ചെയ്തു. സോ അപ്ലൈ അല്ലല്ലോ, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓരോരോ സോഴ്സിന് മാത്രമായിട്ട് കൺസിഡർ ചെയ്യണം. സോ കൺസിഡർ 12 വോൾട്ട്, 120 വോൾട്ട്. 120 വോൾട്ടിനെ മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ എനിക്ക് എൻ്റെ 120 വോൾട്ട് ഇവിടെ ഉണ്ട്. 120, ഒരു 10 ഓം റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട് അല്ലേ? 5 ഓം റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. 5 ഓം റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ സർക്യൂട്ടാണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ കറണ്ടിനെയാണ്. ഈ കറണ്ടിനെ കണ്ടുപിടിക്കുക. അപ്പം ഞാൻ 120 വോൾട്ട് കാരണമുള്ള കറണ്ട് ആയതുകൊണ്ട് ഞാൻ അതിന് I1 മാർക്ക് ചെയ്തു. ഇപ്പൊ 6 ആംപിയർ ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റിയപ്പോഴത്തേക്കും എനിക്കൊരു ലൂപ്പ് പോയി, എളുപ്പമായി. ഒറ്റ ഒരു കറണ്ട് എവിടെയുണ്ട്? ഈ ഒറ്റ ഒരു കറണ്ട്, ഈ ഒരു കറണ്ട് തന്നെയാണ് I1. സോ I1 ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ R ടോട്ടൽ. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 120, R ടോട്ടൽ എന്ന് പറയുന്നത് 10 + 5. സോ 120 ഡിവൈഡഡ് ബൈ 15 8 അല്ലേ? 120 by 15 is 8. സോ I1 എന്ന് പറയുന്നത് 8 ആംപിയേഴ്സ്. ഇനി നമ്മൾ രണ്ടാമത്തെ അതിന്റെ ബാക്കി ചെയ്യാം സൂപ്പർ പൊസിഷന്റെ. അപ്പം ഇനി എന്ത് കൺസിഡർ ചെയ്യണം? കൺസിഡർ 6 ആംപിയർ എലോൺ. ഏറ്റവും ആദ്യം 120 വോൾട്ട് എലോൺ ചെയ്തു, 6 ആംപിയർ എലോൺ ചെയ്തു. 120 വോൾട്ടിനെ മാറ്റുമ്പോഴത്തേക്കും എനിക്ക് അവിടെ ഷോർട്ട് സർക്യൂട്ടായി. എനിക്കൊരു 10 ഓം മാത്രം ഉണ്ടാവും ഇവിടെ, 10 ഓം. പിന്നെ ഇവിടെ 5 ഓം, പിന്നെ ഇവിടെ 6 ആംപിയർ.
ഈ 6 ആംപിയർ വരും. 5 ഓം കൊടുത്ത് കറണ്ട് ഇങ്ങനെ പോകും, 10 ഓം കൊടുത്ത് കറണ്ട് ഇങ്ങനെ പോകും. എനിക്ക് 5 ഓം കൊടുത്തുള്ള കറണ്ടാണ് വേണ്ടത്, ഞാൻ അതിന് I2 എന്ന് വിളിച്ചു. അപ്പം നമുക്കറിയാം ഇത് മൂന്നും പാരലാണ്. സോ ഈസി മെത്തേഡ് എന്ന് പറയുന്നത് അപ്ലൈ കറണ്ട് ഡിവിഷൻ റൂൾ. അപ്ലൈ കറണ്ട് ഡിവിഷൻ റൂൾ. അപ്പോൾ നമുക്ക് 5 ഓം കൊടുത്തുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും. I2 എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് 6 മൾട്ടിപ്ലൈഡ് ബൈ റെസിസ്റ്റൻസ് ഇൻ ദ അതർ ആം വിച്ച് ഈസ് 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് 10 പ്ലസ് 5. അപ്പോൾ കറണ്ട് ഡിവിഷൻ റൂൾ ആകുമ്പോഴത്തേക്കും കറണ്ട് റെസിസ്റ്റൻസ് ഇൻ ദ അതർ ആം ആണ്. അപ്പോൾ 6 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 15. 60 by 15 is 4 amperes. So total current, total I is equal to I1 plus I2, which is equal to 8 plus 4, which is equal to 12 amperes. അപ്പോൾ ടോട്ടൽ കറണ്ട് ഐ എന്ന് പറയുന്നത് 12 ആംപിയേഴ്സ് ആണ് എന്ന് നമുക്ക് കിട്ടി. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? VTH കാണാം. VTH is 5I എന്ന് എഴുതിയിട്ടുണ്ട്. So we can write VTH is equal to 5 times I, which is equal to 5 into 12 is equal to 60 volt. അപ്പോൾ VTH കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടു ഫൈൻഡ് RTH. RTH കണ്ടുപിടിക്കണം. RTH കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മുടെ എഫക്റ്റീവ് ഇതിനകത്ത് സർക്യൂട്ടിനകത്ത് 120 വോൾട്ടിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. 6 ആംപിയറിന് 120 വോൾട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. 6 ആംപിയറിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 120 വോൾട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പം 10 ആംപിയർ ഇവിടെ വരും. ഇവിടെയാണ് എൻ്റെ A, ഇവിടെയാണ് എൻ്റെ B, ഇവിടെയാണ് എൻ്റെ 5 ഓം. ഇവിടെ ഇതിനെ ഞാൻ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. ദിസ് ഈസ് ഈക്വലൻ ടു, ഇവിടെ A കൺസിഡർ ചെയ്യുക, ഇവിടെ B കൺസിഡർ ചെയ്യുക. എക്കും ബിക്കും എക്രോസ് ആണ് 10 ഓം, അതേ എക്കും ബിക്കും എക്രോസ് ആണ് 5 ഓം. അപ്പം നിങ്ങളുടെ RTH എന്ന് പറയുന്നത് 10 പാരലൽ 5, which is 10 into 5 divided by 10 plus 5, which is 50 by 15. 50 by 15, 3.33. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് സർക്യൂട്ട് വരയ്ക്കാം അല്ലേ? ആദ്യം VTH വരയ്ക്കുക. VTH, which is equal to 60 volt. This is our RTH. RTH is 3.33 ohms. Then comes our R. ഇത് A, ഇത് B. ഇനി നേരിട്ട് നമ്മുടെ മാക്സിമം പവർ ട്രാൻസ്ഫറിൻ്റെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്താൽ മതി. ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ R is equal to RTH, which is equal to 3.33 ohms. അതേപോലെ മാക്സിമം പവർ Pmax is equal to VTH square divided by 4 RTH. VTH square is 60 square divided by 4 into 3.33. ചെയ്ത് നോക്കുമ്പോൾ 60 square divided by 4 into 3.33, 270.27. So maximum transferred power is 270.27 watts. So this is actually maximum power transfer theorem. അപ്പോൾ നമ്മൾ തിയറം എന്താണ് എന്നുള്ളത് നോക്കി, നമ്മളതിൻ്റെ 3 പ്രോബ്ലം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി, 3 തരത്തിലുള്ള സർക്യൂട്ട്സ് എടുത്തിട്ട് ചെയ്തു. അപ്പോൾ എല്ലാത്തിനകത്തും നമ്മൾ ആദ്യം ചെയ്യുന്നത് സർക്യൂട്ടിനെ തെവനൈസ് ചെയ്യുക എന്നുള്ളതാണ്. ലോഡിനെ എടുത്ത് ഒഴിവാക്കിയിട്ട് VTHനെയും ലോഡിനടുത്ത് ഒഴിവാക്കി VTH കാണുന്നു, RTH കാണുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ R തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
തിരിച്ച് റീകണക്ട് ചെയ്തതിനു ശേഷം മാക്സിമം പവർ ട്രാൻസ്ഫറിന്റെ കണ്ടീഷൻ R ഈസ് ഈക്വൽ ടു RTH ആണ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മാക്സിമം പവർ എന്ന് പറയുന്നത് VTH² ഡിവൈഡ് ബൈ 4 RTH ആണ്. VTH കണ്ടുപിടിച്ചിട്ടുണ്ട്, RTH കണ്ടുപിടിച്ചിട്ടുണ്ട്. So any doubts?